ഹലോ ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. ഞങ്ങളൊന്ന് നാട്ടിലേക്ക് പോവുകയാണേ. ഞാനും മോനും കൂടി. എപ്പോഴൊന്നും പോകാൻ പറ്റാറില്ല, പക്ഷേ അടുത്ത മാസം നല്ല തിരക്കാണ്. അപ്പോൾ ഇന്നൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ ബാഗിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം എനിക്ക് നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ, എന്നാൽ അധികം മോശമാവാത്ത ഡ്രസ്സുകൾ ഒരു അത്യാവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും, അവിടെ ആരെങ്കിലുമൊക്കെ എടുക്കാനുണ്ടാവും. മോശമായിട്ടുള്ളതല്ല കേട്ടോ, നല്ലത് നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ലത് തന്നെ വേണം കൊടുക്കാൻ. ഒരുപാട് പഴയതായിട്ട് ഇപ്പം ആർക്കും ഇഷ്ടമുണ്ടാവില്ല. നമ്മളങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു. ഇപ്പം എല്ലാവർക്കും അത്യാവശ്യം ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആവട്ടെ ദൈവമേ. അങ്ങനെ ഒരുപാട് ഓൺലൈനിൽ വാങ്ങിക്കുന്ന സ്വഭാവം എനിക്കില്ല. അതെനിക്കറിയില്ല എന്താണാവോ അത്. ഞാൻ ഇപ്പോഴും പുറത്ത് പോയിട്ട് തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. ഓൺലൈൻ ഷോപ്പിംഗ് കുറവാണ്. തിരിച്ച് എല്ലാം എടുത്ത് വെച്ചിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഞാനും മോനും. ബ്രേക്ക്ഫാസ്റ്റ് പോണ വഴിക്ക് എവിടെന്നെങ്കിലും കഴിക്കണം. ഒരു MVK എന്നൊരു ഹോട്ടലുണ്ട് കണ്ണൂർ, അതിന് കല്യാണിനടുത്തായിട്ട്. നല്ല നല്ല മസാല ദോശ കിട്ടും അവിടെ. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമായിരുന്നു, പക്ഷെ ഞാൻ ആ മോൾക്ക് എന്താ പറയുക, രാവിലെ കുറച്ച് ക്ലാസ് എടുത്തിട്ട് പോയ ഒരു സമാധാനം ഉണ്ടാവും. ക്ലാസ് എടുത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ അവൾക്ക് അത് പഠിക്കാമല്ലോ. അങ്ങനെ ഭക്ഷണം കഴിച്ച് വീണ്ടും യാത്ര പോവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇത് ഞങ്ങളുടെ സ്ഥലമാണ് കേട്ടോ. അമ്മയുടെ തറവാടുള്ള സ്ഥലമായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ ഭാഗം വെച്ച് അമ്മയുടെ അച്ഛൻ, അമ്മയ്ക്ക് 7 ബ്രദേഴ്സാണ്, ഒരു സിസ്റ്റർ, ഒരു ചേച്ചിയുണ്ട്. അങ്ങനെ തറവാട് മാറ്റിയിട്ട് നമ്മൾ നാട്ടിൽ തറവാട് മാറ്റി അച്ഛനും അമ്മയും വീടൊക്കെ വെച്ച് അങ്ങനെ ഈ കാണുന്ന സ്ഥലത്തൊക്കെ റബ്ബറായിരുന്നു കേട്ടോ കഴിഞ്ഞ ഒരു 3 മാസം മുൻപ് വരെ. അപ്പോൾ റബ്ബറിന് ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് റബ്ബർ എനിക്ക് തോന്നുന്നു എൻ്റെ ഒക്കെ ഒരു 8th 7th മുതൽ റബ്ബർ ഉള്ളതാണ്. ഇപ്പോൾ എത്ര വയസ്സ് മുതൽ 10-12 വയസ്സ് മുതൽ ഉള്ള റബ്ബറാണ്. അതൊരു സമയം കഴിഞ്ഞ സമയത്ത് എന്തായി, അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു, അത് മുറിച്ചു. അച്ഛനും അമ്മയും കൂടി അത് കട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ കൃഷി തുടങ്ങി. കൃഷി വെച്ചാൽ നമ്മൾ വാഴ വെച്ചു. അത്യാവശ്യം വേണ്ട എല്ലാം അവർ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട്. അത് ഉടനെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് തോന്നുന്നു. ഉടനെ തന്നെ വേഗം ചെയ്യണം. ഈ മഴയ്ക്ക് മുന്നേ ഒക്കെ ചെയ്തിരുന്നു. ആദ്യം ഞങ്ങൾ വേഗം സപ്പോർട്ട് ചെയ്യും. കുഞ്ഞു കാന്താരി മുളകിൻ്റെ എന്തൊരു വിലയാണ് പുറത്തൊക്കെ, പക്ഷേ വീട്ടിലൊരുപാടുണ്ട്. അപ്പം ഇനി നമ്മളിപ്പോൾ താമസിക്കുന്ന കണ്ണൂർ, അവിടെ കൊണ്ടുപോയിട്ട് ചെറിയ അതിൻ്റെ റെഡ് കളറായിട്ടുള്ളതൊക്കെ വിത്തിട്ടിട്ടൊക്കെ ആക്കണം എനിക്ക്. അമ്മ ഇങ്ങനെ വൃത്തിയായിട്ട് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. അമ്മയും അച്ഛനും രണ്ടാളും. അച്ഛന് പ്രായമായി, അച്ഛന് നല്ല വയ്യാണ്ടായി, നടക്കാനൊക്കെ വയ്യാണ്ടായിട്ടുണ്ട്. അമ്മ മാക്സിമം അതിനെ നോക്കുന്നുണ്ട്. എനിക്കൊന്ന് പണിക്കാരെയൊക്കെ വെക്കുന്നുണ്ട്. എപ്പോഴും അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ അറിയില്ല. ഞാനിവർക്ക് കവുങ്ങ് തൈ, അത് തെങ്ങ് തൈ എന്നൊക്കെ പറഞ്ഞ് കൃഷിഭവനിൽ പോകുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. സത്യത്തിൽ എനിക്ക് ഡ്രൈവ് ചെയ്ത് മടുത്തു കേട്ടോ. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഓടിക്കുന്നു എന്ന് മാത്രം. ബസ്സിന് ഭയങ്കര ക്ഷീണമാവും, ഒരുപാട് ദൂരമുണ്ട്. മോൻ ഉറങ്ങി. വേഗം പോട്ടെ. വേൾഡ് കപ്പ് കാണണം, ഫൈനൽ കാണണം രാവിലെ എഴുന്നേറ്റിട്ട്. ടാറ്റാ.